അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീട്ടിലേക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞ ഫർസാന പൊട്ടിക്കരയുകയായിരുന്നു. എൻ്റെ റബ്ബേ, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ ആ ശബ്ദം കേട്ടപ്പോൾ റബ്ബേ, എനിക്ക് അവരെ കാണണമെന്ന് തോന്നുകയാണ്. അല്ലാ, ഞാൻ ഈ ലോകത്ത് ഇവിടെ ഒറ്റപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണ്. അല്ലാ, അവളുടെ ആ വിശാലമായ റൂമിൽ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ബാക്കി നിൽക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് അവൾക്ക് തോന്നാണ്. അല്ലാ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനേ. അവൾ അവളുടെ പഴയ കാലം ഓർത്തു. റബ്ബേ, എന്തിൻ്റെ പേരിലായിരുന്നു, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. പാവം, എന്നെ പെറ്റി പോറ്റി വളർത്തിയുണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഒരു ദിവസം ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ എൻ്റെ സ്ഥിതി. റബ്ബേ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, എന്തിനായിരുന്നു റബ്ബേ എനിക്കങ്ങനെ നീ തോന്നിപ്പിച്ചത്. അല്ലാ, നീ പുറത്തു തരണം. അറിയാതെ പറ്റിപ്പോയതാണ്. അറിയാതെ പറ്റിപ്പോയതിൻ്റെ പേരിൽ ഇന്നിതാ ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. റബ്ബേ, എനിക്ക് അത്രക്കും അല്ലാ, ഞാൻ എങ്ങനെ നിന്നോട് പഠിച്ചോനെ പുറത്തിരണം. അറിയാതെ പറ്റിയതാണ്. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ല. എനിക്കിത് പുറത്തു കൊണ്ട് ആ ദിവസം അവളുടെ ബെഡിൽ നിറയെ കണ്ണീരായിരുന്നു. പഠിച്ചോനെ, എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്, സുഖങ്ങളുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ മുഖം ഒന്ന് എനിക്ക് കാണണം. അവരുടെ കണ്ണുകളിൽ ഒന്ന് എനിക്ക് ചുംബിക്കണം. അത്രക്കും എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ആ കണ്ണുകളിൽ പഠിച്ചോനെ, റബ്ബിറഹ്മുഹ കമാ റബ്ബിയാനി സഗീറ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വാതിലിൽ മുട്ടുകേട്ടു. ഫർസാന, യാ ഫർസാൻ. അല്ലാ, അത് ബീവിയാണ്, സൈത്തുൻ ബീവി. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല ഫർസാന, എന്തു പറ്റി? മുഖാകെ ചുവന്നിരിക്കുന്നല്ലോ, കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുവല്ലോ. പെട്ടെന്ന് ബീവി അവളുടെ ആ കവിളിലെ കണ്ണീർ പതുക്കെ തോർത്തി കൊടുത്തു. വേണ്ട. അല്ല ഫർസാന, മോൾ എന്തിനാ കരയുന്നത്? മോൾ കരയുന്നത് എന്താ? പറ, എന്നോട് പറ. അത് ബീവി, ഞാൻ പറ. ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ. സത്യമായിട്ട് മോളെ, അതിനെന്താ നീ ഇത്ര പ്രയാസപ്പെടുന്നത്? നീ സംസാരിച്ചില്ല, പിന്നെന്താ? എന്ത് പറ്റി? എന്തിൻ്റെ പേരിലാണ് നീ ഇത്രയും അധികം വിഷമിക്കുന്നത്? ഉമ്മയും ഉപ്പയും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ഗൾഫിലേക്ക് ഇങ്ങോട്ട് പോകുന്നതൊക്കെ. പിന്നെന്ത് എത്ര സങ്കടപ്പെടാനേ? അതൊക്കെ ശരിയായിക്കോളും കുറച്ച് കഴിയുമ്പോൾ. മോളെ, നിങ്ങളുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒക്കെ ശരിയാവും. അൽഹംദുലില്ലാ, കണ്ടില്ലേ, നിനക്ക് നല്ലൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഒരു രാജകുമാരി ആകാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിച്ചിരിക്കുന്നു. നിൻ്റെ ഒരു സമ്മതം മാത്രം മതി മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിൻ്റെ വീട്ടിലേക്ക് എത്ര വേണമെങ്കിലും ക്യാഷ് അയക്കാലോ, വീട് പണിയാലോ, എന്തും നിങ്ങൾക്ക് ചെയ്യാലോ. കാരണം അറബികളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകളാണ്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാഷിൻ്റെ കാര്യത്തിൽ നോ പ്രോബ്ലം. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പിന്നെ മോൾക്ക് നാട്ടിലേക്ക് അയക്കാൻ എത്ര വേണമെങ്കിലും ക്യാഷ് തരാം. എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. മോളൊന്ന് വിചാരിച്ചിരുന്നെങ്കിലേ. എന്താ മോൾക്ക് ഇതിൽ നിന്ന് ഒഴിവാനാണോ മോൾ ഉദ്ദേശിക്കുന്നത്? എന്ത് അവരോട് രഹസ്യങ്ങളൊന്നും തുറന്നു പറയാത്തത്? ഇനിയും എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. ഫർസാന വീണ്ടും കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട ബേബി പറഞ്ഞു, വേണ്ട, കരയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഉമ്മയും ഉപ്പയൊക്കെ വിളിച്ച് ശരിക്കും സംസാരിക്ക്, നല്ല രീതിയിൽ വാ. ഞാനുണ്ട് നിൻ്റെ കൂടെ. എന്താ, വീഡിയോ കോളിൽ ഉമ്മയോടൊക്കെ എനിക്ക് കാര്യങ്ങളൊന്ന് പറയണം. അല്ലാ, അത് ഫർസാന മറ്റെന്തൊക്കെയോ വിചാരിച്ചു. ബീവി വിചാരിച്ചത് മറ്റൊന്നും അല്ലായിരുന്നു. അതെ,
തൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് അവളെ വിവാഹം കഴിക്കുവാൻ സമ്മതമാണോ എന്ന് ഉമ്മയോടും ഉപ്പയോടും ചോദിക്കട്ടെ എന്നാണ് അവൾ വിചാരിക്കുന്നത്. അത് ശരിയല്ലെന്ന് മനസ്സിലായ ഫർസാന, ബീവി ഇൻഷാ അല്ലാ പിന്നെ വിളിക്കാം, അത് ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചു വെച്ച്. ഓക്കെ മോളെ, ഒന്നും കുഴപ്പമില്ല, മോളുടെ സന്തോഷം എന്താ, അതാണ് വലുത്. ഫർസാന, എനിക്ക് നീ ഇവിടെ എപ്പോഴും വാണടി. ഈ വീട്ടിൽ നീ എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെ വേണം, അതും എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫിൻ്റെ ഭാര്യയായിട്ട്. എന്താ, നിനക്ക് സമ്മതല്ലേ? അവൾ ബീവിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ചിരിച്ചു. അവളുടെ മനസ്സിനുള്ളിൽ സങ്കടമായിരുന്നു അവൾക്ക് എല്ലാം കൊണ്ടും. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിനക്ക് ഇനി എന്ത് രഹസ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തോട് തുറന്ന് പറയണം. പാവാണ് സെയ്ഫ്, അദ്ദേഹം നല്ല മനുഷ്യനാണ് മോളെ. നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. സ്വാലിഹ ഒരു ഭർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള വേണ്ടാത്തരങ്ങളൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 6 വർഷമായി ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും അനാവശ്യമായി നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എവിടേക്കും അത്രക്കും നല്ല രീതിയിൽ ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഫർസാന നിന്നോട് അത്ര സംസാരിച്ചത്. സത്യമായിട്ടും മോളെ, നീ ഒന്നും പറയല്ലേ പ്ലീസ്. അദ്ദേഹത്തോട് നേരിട്ട് ഒന്നുകൂടി സംസാരിക്കാം. ഞാൻ ഒരു വഴി ഒരുക്കി തരാം. നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു തീർത്തോളൂ, എന്നിട്ട് മതി എല്ലാം. ബീവി വീണ്ടും അതിനു വേണ്ടി നിർബന്ധിക്കുകയാണ്. എന്നാൽ അവിടെയുള്ള സെർവൻസിനൊക്കെ ചെറിയൊരു സംശയമുണ്ട്. എന്താ ഇപ്പോൾ വീടിനകത്ത് ഒരു പെണ്ണ്, അതും മലയാളം സംസാരിക്കുന്ന ഒരു പെണ്ണാണതെന്ന് കണ്ടാലറിയാം. അതും അറബിച്ചയുടെ അതേ സ്ഥാനമാണ് അവൾക്ക് അവിടെ നൽകുന്നത്. അവരുടെ കൊട്ടാരത്തിനകത്ത് തന്നെ ഒരു റൂം നൽകിയിരിക്കുന്നു. അതെങ്ങനെ ശരിയാകും? അതെന്ത് സംഭവം? അവർക്കും നല്ല സംശയമുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അന്ന് ജെയ്ത്തൂൻ ബീവി കിച്ചൻ്റെ ഭാഗത്തേക്ക് എത്തി. അവരുടെ കുക്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ ബീവിയോട് അവർ ചോദിക്കുന്നു, യാ ജെയ്ത്തൂൻ ബീവി, പറയൂ. അത് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സത്യത്തിൽ അതാരാണ്? അവരുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ബീവി ഒരു നിമിഷം ഞെട്ടി. അത് എൻ്റെ കൂടപ്പിറപ്പാണ്. എന്താ? അല്ല, കൂടപ്പിറപ്പ് മലയാളി? അതെ, അതിപ്പോഴെൻ്റെ കൂടപ്പിറപ്പാണ്. അവർക്ക് നല്ല രീതിയിൽ ഡൗട്ടുണ്ടായിരുന്നു. അവളെ കണ്ടാൽ ഒന്ന് ചോദിക്കണം എന്നവർ ചിന്തിച്ചിരുന്നു. പക്ഷേ ജെയ്ത്തൂൻ ബേബി അതൊട്ടും ആഗ്രഹിച്ചില്ല. അത് പറഞ്ഞതുമില്ല. അതെ, അവരോട് കൂടുതൽ സംസാരിക്കാൻ പോകണ്ട കേട്ടോ. അതൊരു പ്രത്യേകമായ രീതിയിൽ ഞങ്ങൾ ദത്തെടുത്ത ഒരു പുത്രിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒന്നും അവരോട് ചോദിക്കേണ്ട. വേലക്കാരികളോട് ജെയ്ത്തൂൻ ബേബി നിർദ്ദേശങ്ങൾ നൽകി. അതുകൊണ്ട് തന്നെ ദത്തെടുത്തതോ? അത് മലയാളി പെൺകുട്ടിയെ? എന്താ അത്ര വലിയ പെണ്ണിനെ ദത്തെടുത്തിരിക്കുന്നത്? ഒരു 19-20 വയസ്സ് തോന്നിക്കുന്ന പെണ്ണാണത്. ദത്തെടുക്കുമ്പോൾ സാധാരണയായിട്ട് ചെറിയ മക്കളെ അല്ലേ എല്ലാവരും എടുക്കാറുള്ളത്. ഇതെന്ത് പറ്റി? ശരിയാണ്, അർബാവിനും അറബിച്ചിക്കും മക്കളില്ല, 6 വർഷമായിട്ട്. അങ്ങനെയാണ്. എന്നാലും ഇപ്പോൾ ഇത്രയും വലിയൊരു പെണ്ണിനെ ദത്തെടുക്കാൻ, അതും അർബാവുള്ള ഈ വീട്ടിൽ, ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഒളിഞ്ഞു കിടക്കുന്നത് പോലെ എനിക്ക് തോന്നാണ്. നീ ഒന്ന് പോടി പെണ്ണേ, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. പറഞ്ഞല്ലോ അവർ ദത്തെടുത്തതാണെന്ന്. എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം. അതും ഒരു മലയാളി പെണ്ണിനെ, അതും അത്രക്ക് വലുപ്പമുള്ളൊരു പെണ്ണിനെ ദത്തെടുക്കുക, അത് മകളായി സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്തൊക്കെയോ ഉണ്ട് അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു. എന്തൊക്കെ തന്നെയാലും നമുക്ക് കാണാം. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ജെയ്ത്തൂൻ ബീവി നമ്മൾക്ക് എപ്പോഴും വളരെയധികം ഉപകാരങ്ങളെ ചെയ്തിട്ടുള്ളൂ. നമ്മളിനി അതിനെക്കുറിച്ച് അന്വേഷിച്ച് വഷളാക്കേണ്ട ആവശ്യമില്ല. കൂടെയുണ്ടായിരുന്ന സെർവൻ്റ് കുറച്ച് കുബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ അറിയുവാൻ ആഗ്രഹമുണ്ട്. എന്നാലും എങ്ങനെ ഒരു അറബിയുടെ വീട്ടിൽ ഇത്രയ്ക്കും സ്വതന്ത്രമായി ഒരു പെണ്ണ് വന്നുകൂടെന്നൊക്കെ വെച്ചാൽ അവളുടെയൊക്കെ ഒരു ഭാഗ്യം. എന്തുകൊണ്ടാണ് ബീവി അവരെ അകത്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയുന്നില്ല. എനിക്കൊരു സംശയം. അന്ന് അവർ മസ്രയിൽ നിന്ന് വന്നപ്പോഴാണ് അങ്ങനെ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്. അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ അറബിയമ്മ പറഞ്ഞത് അവർ മസ്രയിൽ പോയതാണ് എന്നുള്ളത്. ആർക്കറിയാം, വല്ല ആടുമേക്കാനോ
ഒട്ടകം മേക്കാനൊക്കെ വന്ന കൂട്ടത്തിൽ ഏതെങ്കിലും സുന്ദരിയെ കണ്ടപ്പോൾ വേണമെങ്കിൽ അറബി അടിച്ചു മാറ്റി കൊണ്ടുവന്നതായിരിക്കും. ഡി, അങ്ങനെയൊന്നും ഇല്ലാത്തത് പറയല്ലേ കേട്ടോ. ആ അർബാബിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയാനേ പാടില്ല. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. പിന്നെ എങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്? അർബാബിൻ്റെ അല്ലേ ആ മസറ മുഴുവനുള്ളത്? അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വിസയിലല്ലേ അതൊക്കെ അവിടെ ആളുകൾ വന്നിട്ടുള്ളത്? എന്താ പെണ്ണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു പറയാൻ പറ്റില്ലല്ലേ. അറബികളെന്ന് വെച്ചാൽ ആരാന്നാ നിൻ്റെയൊക്കെ വിചാരം? നിനക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ ഇതിനു മുമ്പ് മറ്റു അറബി ഹൗസിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അറബികളൊക്കെ നീ കണ്ടിട്ടുണ്ടോ? എല്ലാവരും നല്ലതൊന്നും പറയാൻ പറ്റില്ല. അറബികൾക്ക് പല സെറ്റപ്പും കാര്യങ്ങളുമാണ്. അവർക്ക് ഒന്നും രണ്ടും ഭാര്യമാരൊന്നല്ല, വേറെ എത്രയോ കാമുകന്മാരും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ്, നിനക്കറിയില്ല അതിനെപ്പറ്റി? അറബികളെന്ന് വെച്ചാലേ എല്ലാവരും അങ്ങനെയെന്നല്ല കേട്ടോ ഞാൻ പറയണത്. എടി പെണ്ണെ, അങ്ങനെ പറയാനേ പാടില്ല. ഇവിടുത്തെ സെയ്ഫുദ്ദീൻ അറബി എന്ന് വെച്ചാൽ പഠിച്ചവനെ പോയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു തെറ്റും കുറ്റമൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അങ്ങനെയാണെങ്കിൽ എന്നോ അദ്ദേഹമൊക്കെ നമ്മളൊക്കെ കണ്ട വെറുതെ വിടുമോ? എന്താ, എനിക്കും നിനക്കൊക്കെ ഇത്ര സൗന്ദര്യം കുറവുണ്ടോ? അങ്ങനെയൊന്നും പറയാനേ പാടില്ല കേട്ടോ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വേണ്ടാത്ത ചിന്തിക്കാൻ പാടില്ല. ഓ, എനിക്കങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ തന്നെയാലും മനുഷ്യന്മാരനല്ലേ. അറബികളെ കുറിച്ച് എനിക്കറിയാം. എന്നോട് നീ വല്ലാതെ പറയണ്ട. ഒരിക്കലും നമ്മൾ സെയ്ഫുദ്ദീൻ അറബിയെ അങ്ങനെ പറയരുത്. ഇതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ നമ്മളെ പുറത്താക്കൂട്ടോ. അവർ രണ്ടുപേരും നല്ല ചർച്ചയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഫർസാനയുടെ അവിടുത്തെ സുഖജീവിതം, അവൾക്ക് അറബി പെണ്ണ് വാങ്ങിക്കൊടുക്കുന്നത് എല്ലാം കാണുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല അസൂയയുണ്ട്. ഫർസാനെ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് കാണണം, നമുക്ക് കണ്ടൊന്ന് സംസാരിച്ച് നോക്കണം, ഏതൊക്കെ ഒന്ന് അറിയാലോ. ആ രാത്രിയിൽ അതാ സൈത്തൂൻ ബീവി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, അല്ലയോ എൻ്റെ ഭർത്താവേ, അങ്ങ് ആ കാര്യം കൂടി അവളോട് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം കേട്ടോ. കാരണം ദിവസം ഓരോന്ന് കൊഴിഞ്ഞു പോവുകയാണ്. നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്ക് ഹയറാണെങ്കിൽ അവളെ സ്വീകരിക്കാലോ. പഠിച്ച റബ്ബേ ഹയറാവണേ. ആ നിമിഷം തന്നെ സൈത്തൂൻ ബീവി ദുആ ചെയ്യുകയും ചെയ്തു. സൈത്തൂൻ ബീവിയുടെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൊണ്ട് വരികയാണ്. റബ്ബേ, ഇന്നിപ്പോൾ സെർവൻസ് എന്നോട് ചോദിച്ച കാര്യം, റബ്ബേ അവരൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നിക്കാഹ് ഒന്ന് കഴിഞ്ഞ് കിട്ടണം. എൻ്റെ ഭർത്താവിൻ്റെയും അവളുടെയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. ഇതിപ്പോൾ അവർക്കോരോ സംശയങ്ങൾ വന്നു തുടങ്ങി. വീടിനകത്ത് താമസിപ്പിച്ചിരിക്കുന്ന ആ മലയാളി പെണ്ണ് ഏതാണ്? അവൾ എവിടെ നിന്ന് വന്നു? എന്താണ് അവരുടെ പ്ലാനിങ് എന്നൊക്കെ. റബ്ബേ, നീ എല്ലാം സലാമത്താക്ക്. സൈത്തൂൻ, നീ എന്താ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കുന്നത്? നിനക്കെന്താ ഉറക്കില്ലേ? അറബി ചോദിച്ചു. യാ ഹബീബി, എനിക്ക് അങ്ങ് ആ കാര്യം സാധിപ്പിച്ചു തന്നാൽ മാത്രമേ എനിക്ക് സമാധാനത്തിൽ ഒന്ന് ഉറക്കുണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. നീ ഒന്ന് സബൂറാക്. സത്യം പറഞ്ഞാൽ അറബിക്ക് അവൾ പറഞ്ഞ ആ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റൊരുത്തൻ്റെ, ഒരു അന്യമതസ്ഥൻ്റെ കൂടെ പോയ ഒരു പെണ്ണ്, ആ പെണ്ണ് ഇവിടെ എത്തുന്നു രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പെണ്ണിനെ ഞാൻ നിക്കാഹ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ബീവി അറിഞ്ഞാൽ ഒരു പക്ഷേ അവളൊരിക്കലും സമ്മതിക്കില്ലായിരിക്കും. പക്ഷേ അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഞാനൊന്നും ഇനി പറയുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ. അറബിയും ദുആ ചെയ്തു, റഹ്മാനെ ഹൈറാണെങ്കിൽ നീ എനിക്ക് കൊണ്ടാ, ഷറാണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ. അള്ളാഹ് തട്ടിത്തെറിപ്പിച്ച് കളയണം. പറ്റുമെങ്കിൽ റഹ്മാനെ നീ എനിക്ക് ഇണയാക്കണം. അറബിയുടെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. എന്നാൽ നാട്ടിൽ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ അന്ന് വെള്ളിയാഴ്ച ദിവസം ഷെഫി ഉസ്താദ് വീട്ടിലേക്ക് വന്ന ദിവസം അവന് എന്തൊക്കെയോ വല്ലാത്ത ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ തോന്നുകയാണ്. എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആവുന്നു. അത് കണ്ട് ഉമ്മ ചോദിച്ചു, മോനെ ഷെഫി. ആ എന്തോ ഉമ്മ, നീ എന്താടാ ഒരു മൂഡ് ഓഫ്, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഉമ്മ അത് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആൺകുട്ടികളായാലും കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കഴിക്കണം. ഇനിയും വൈകിട്ടില്ല കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങിക്കണോ അവനോട് പെണ്ണ് കെട്ടിക്കോന്ന്. ഈ ആരാണ് ഈ കാത്തിക്കണത്? അതൊന്ന് നീ പറഞ്ഞു തരുമോ? ഉമ്മ, ആരെ കാത്തു നിൽക്കാൻ? ആരുമില്ലല്ലോ.
കാത്തു നിൽക്കാൻ. അപ്പോൾ മോനെ ഈ പറഞ്ഞിരുന്നല്ലോ ഒന്നാൾ ഒരു കാര്യം എന്നോട്. ഉമ്മ അതൊന്നും ഞമ്മക്ക് കിട്ടൂല. അതെന്താടാ? അത് നിൻ്റെ ഉസ്താദ് തന്നെയല്ലേ, നിൻ്റെ ഉസ്താദിൻ്റെ മകളെയാണ് നീ വിവാഹം കഴിക്കുക എന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്താ പെണ്ണിനെ കെട്ടിച്ചു പോയോ? അവളെക്കുറിച്ച് ഒരു വിവരമില്ലല്ലേ ഉമ്മ? അവളൊക്കെ അങ്ങ് ദൂരെ അറേബ്യയിലെത്തി. അറേബ്യയിലോ? പഠിച്ച റബ്ബേ, അതെങ്ങനെ? ഉംറക്ക് പോയതാണോടാ? അല്ലുമ്മ, അവളൊക്കെ ഇപ്പോൾ നല്ല സുഖസുന്ദരമായ അറബിയുടെ കൊട്ടാരത്തിൽ വാഴല്ലേ. ല ഹൗല വല. അതെങ്ങനെ മോനെ? പഠിച്ചോനെ, ആ കുട്ടിയോ? ആ ഉമ്മ, അതെ. ഉമ്മക്ക് വിശ്വാസമല്ലേ? ഇല്ല മോനെ, ഞാൻ എന്ത് ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒന്നുമില്ല, പറഞ്ഞാലൊക്കെ ഫോട്ടോ ഒക്കെ വിട്ടുതരും. അല്ല മോനെ, ഞമ്മക്ക് ഇനി കിട്ടുമോ അവളെ? അത്രയ്ക്കും വലിയ കൊട്ടാരത്തിലൊക്കെ ജീവിക്കണ ഓൾക്ക് നമ്മളെ ഈ ചെറ്റിക്കുടിൽ കണ്ട ഇഷ്ടപ്പെടുമോ എൻ്റെ പൊന്നു മോനെ? ഉമ്മ അതൊന്നും നമ്മളിപ്പോൾ ആലോചിക്കണ്ട മോനെ. എൻ്റെ പിള്ളേർക്ക് കുട്ടിയായി തുടങ്ങിയിട്ടോ ഈ വല്ലാതെ. ഉമ്മ അധികമൊന്നും ആയിട്ടില്ലല്ലോ, 23 എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു വയസ്സാണുമ്മ. അല്ല മോനെ, ഇപ്പം എല്ലാവരും 20-ലും 21-ലൊക്കെ കല്യാണം കഴിക്കണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ബേജാറാണ്. എനിക്കാണെങ്കിൽ ബാപ്പയും കൂടെ ഇല്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ നിൽക്കണ്ടേ ഉമ്മ? അതൊക്കെ ശരിയാവും, നിങ്ങളൊന്ന് സബൂറാകുമ്മ. തൻ്റെ മകൻ്റെ അവസ്ഥ മോനെ, ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കണ അത്ര നല്ലതല്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ കറക്റ്റ് ടൈമിന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ പല തെറ്റിലേക്കും ചെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കുട്ടി ഇപ്പോൾ കല്യാണപ്രായമായി നിൽക്കുകയാണ്. നമുക്ക് വേഗം ഒന്ന്, അല്ലെങ്കിൽ ഓലെ നമ്പർ കൊണ്ടാ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് ഞാൻ ചോദിച്ചോളാം നിങ്ങളെ മോളെ കെട്ടിച്ച് തരാമെന്നുള്ളത്. ഉമ്മ അതൊന്നും ഇനിയിപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷ. എന്താ മോനെ നീ ഇങ്ങനെ പറയണത്? അല്ലെങ്കിൽ വേണ്ട, പോയിക്കോട്ടെ, നമുക്ക് വേറെ നോക്കാം. എളാമാൻ്റെ ഒരു മോളുണ്ട്, ഓളെ നോക്കിയാലോ നമുക്ക്? അന്നെ വലിയ ഇഷ്ടമാണല്ലോ ഓൾക്ക്. ഉമ്മ കുടുംബത്തിൽ നിന്നൊരു ആലോചന, അതെനിക്ക് താല്പര്യമില്ല. കാരണം അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ കുടുംബം മൊത്തത്തിൽ തെറ്റും. ആ മോനെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഷെഫി ഉസ്താദിനോട് നല്ല ഇഷ്ടമുണ്ടെന്ന് നാളെ എളാമ പറഞ്ഞിരുന്നു. ഉമ്മ എന്തിനാണ് പെങ്ങന്മാരും ആങ്ങളമാരും തമ്മിൽ കല്യാണം കഴിക്കുന്ന പോലെ? അല്ല മോനെ, അത് വിവാഹബന്ധം ഹറാമായതൊന്നല്ലല്ലോ. ഉമ്മാൻ്റെ അനിയത്തിന് മോളെ കെട്ടാലോ? വേണ്ടുമ്മ അതൊക്കെ. പിന്നെ ഏതാ കുട്ടി? ഒന്ന് പറയ്, വേഗം ഒന്ന് നോക്കണം, എനിക്ക് ബേജാറാണതേ. എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഞാനല്ല പിന്നെ ആരിടപെടുക? ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ ഉസ്താദിൻ്റെ മോള് ഫർസാന എൻ്റെ കുട്ടിക്ക് ഇണയാകുന്നുള്ളതിൽ. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെ എനിക്കറിയില്ല. ഇപ്പോൾ ഗൾഫിലെത്തി നിൽക്കുന്നത് പറയണേ, ആർക്കറിയാം, അല്ലാഹു ആലം. മോനെ എന്തായാലും വണ്ടിയില്ല, ഉമ്മാൻ്റെ കുട്ടിയെ വേഗം ഒന്ന് കെട്ടണം കേട്ടോ. ഉമ്മക്കത് കണ്ടിട്ട് മരിച്ചാൽ മതിയടാ. എൻ്റെ കുട്ടിക്ക് പിന്നെ ആരാ ഞാൻ ഇല്ല ഞാൻ ഇല്ലാതെ എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരില്ല ഇവിടെ. ഉമ്മ ആദ്യം പോകുന്ന ഉമ്മയല്ല ഞാനായിരിക്കും. പൊന്നു മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ, ഉമ്മനെ ടെൻഷനാക്കല്ലേ. ഉപ്പ പോയതിൻ്റെ വിഷമം തന്നെ മാറിയിട്ടില്ല. എൻ്റെ കുട്ടി ഒരു പെണ്ണ് കെട്ടിയാൽ ഉമ്മാക്ക് ഒരാളായിരുന്നു ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ. ഉമ്മ ഇൻഷാ അല്ലാ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ തന്നെ നമുക്ക് കല്യാണം കഴിക്കാം. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം, സമയമായിട്ടില്ലല്ലോ. ഉമ്മ എല്ലാവരും 25 ആയിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ. നിങ്ങളെന്തിനും ഇപ്പം തന്നെ 22 തുടങ്ങിയിരിക്കണം ഉമ്മ എൻ്റെ പിന്നാലെ നടക്കൽ. ഇപ്പോൾ 23 ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു 2 വർഷം കൊടുക്കണം, കഴിയട്ടമ്മ. മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികളെ വേഗം കെട്ടിച്ച് വിടും, ആൺകുട്ടികളോട് വെക്കും. അത് സ്ഥിരം സ്വഭാവമാണ്. എന്നാൽ എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരു 21 വയസ്സിൽ കെട്ടിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അന്നൊന്നും നടന്നില്ല, സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ പ്രാരാബ്ദവും കാര്യങ്ങളും. ഇപ്പം എന്നാലും എൻ്റെ കുട്ടിക്ക് ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതിയടാ, അതിൽ ബർക്കത്തുണ്ടാവും. ഉമ്മ അതിന് പറ്റിയ പെൺകുട്ടികളൊക്കെ ഉണ്ടാവോ? നമ്മളെന്ന് വെച്ചാൽ കുറഞ്ഞ സാലറിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. മോനെ എൻ്റെ കുട്ടി വിഷമിക്കല്ലേ, പടച്ച റബ്ബ് നല്ല കുട്ടീനെ തന്നെ എൻ്റെ കുട്ടിക്ക് തരും, ഈ വിഷമിക്കല്ലേ. എന്നാ മോനെ ഈ ചായ കുടിക്ക്. ഉമ്മ ചായ കൊടുത്തു ഷെഫി ഉസ്താദിന്. ആ ചായയുടെ ഗ്ലാസ് ചുണ്ടോടെ അടുപ്പിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കുടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് മറ്റാരുടെയും മുഖമല്ലായിരുന്നു. അതെ, തൻ്റെ ഫർസാനയുടെ, തന്നെ വിട്ടിട്ട് പോയ, തന്നെ ചതിച്ചു പോയ ഫർസാനയുടെ. പഠിച്ചോനെ നീ പുറത്തു കൊടുക്ക് അല്ലാ, അവൾക്ക് അവളുടെ ദോഷമൊക്കെ നീ പുറത്തു കൊടുക്ക്. ആ നിമിഷവും
ഷെഫി ഉസ്താദ് ഫർസാനയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഫർസാനയെ അറബി വിവാഹം കഴിക്കുന്നതാണോ അതോ ഷെഫി ഉസ്താദ് വിവാഹം കഴിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? എന്തായിരിക്കും സംഭവിക്കുക? കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് കമൻസ് വന്നിട്ടോ. അതുപോലെ ഗൾഫിൽ നിന്നൊക്കെ പലരും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഈ കഥ കേട്ട് കരഞ്ഞു പോയി എന്നൊക്കെ. ആ ഉമ്മയും ഉപ്പയും എന്തൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മൾക്ക് കാണാൻ കഴിയും, അവരോടൊപ്പം നിൽക്കുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു മക്കൾക്കും വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണത്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ. റബ്ബ് എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും ആ മുഖമൊന്ന് കാണാൻ ഒരിക്കൽ കൂടി കഴിഞ്ഞെങ്കിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കൽ കൂടി കണ്ടവരോടൊന്ന് സംസാരിച്ചെങ്കിൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പഠിച്ചോനെ, മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുള്ള ആളുകളുണ്ട് നമ്മുടെ കഥ കേൾക്കുന്നതിൽ. അവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്താപ്പാക്കി കൊടുക്ക് റഹ്മാനെ, ആമീൻ. അവരുടെ ഖബറ് വിശാലമാക്ക് പഠിച്ചോനെ. മരണം ഹൈറാകുമ്പോൾ നമുക്കെല്ലാവർക്കും ഈമാൻ കിട്ടി മരിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.